ഒരു 2 ദിവസം മാറ്റി വെക്കാനുണ്ടെങ്കിൽ ബൈക്കിൽ ഒരു റൗണ്ട് ട്രിപ്പ് പോകാൻ ഇതിലും ബെസ്റ്റ് റൂട്ട് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ആതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ വഴി ഇഷ ഫൗണ്ടേഷനും കണ്ട് മനോഹരമായ കൂനൂർ ചുരവും കയറി ഊട്ടി വഴി തിരിച്ച് നാട്ടിലേക്ക്. പുതിയ ബൈക്ക് എടുത്തതിന് ശേഷത്തെ ആദ്യത്തെ ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ട്രിപ്പ് മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യ ലൊക്കേഷൻ ആതിരപ്പള്ളി സെറ്റ് ചെയ്തു. 60 രൂപയ്ക്ക് ടിക്കറ്റും എടുത്ത് വെള്ളച്ചാട്ടം കണ്ട് നേരെ വാൽപ്പാറയിലേക്ക്. കാട്ടാന മുതൽ കരിമ്പുലി വരെയുള്ള കാട്ടിൽ ഞങ്ങൾ കണ്ടത് ആനയും കാട്ടിയും മാനെയാണ്. വാൽപ്പാറ ടൗണിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് 40 വളവുകളും കടന്നു വേണം പൊള്ളാച്ചിക്ക് എത്താൻ. വാൽപ്പാറ 7ാമത്തെ സ്വർഗം എന്ന് പറയുന്നത് വെറുതെ അല്ല. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കയറി കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് മാറി മറിയുന്ന കാലാവസ്ഥയും എവിടെ നോക്കിയാലും അത്രത്തോളം ഭംഗിയുള്ള ഫ്രെയിമുകളും വാൽപ്പാറയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. കോടമഞ്ഞ് നിറഞ്ഞ ആ 40 വളവുകളും ആലിയാർ ഡാമിന്റെ വ്യൂവും കഴിഞ്ഞ് ഒരു 7 മണിയോടെ ഞങ്ങൾ റൂമിലെത്തി. ആലിയാർ ഡാമിന് തൊട്ടടുത്താണ് റൂം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഭക്ഷണം പുറത്തുപോയി കഴിക്കാമെന്ന് വെച്ചു. 350 രൂപയ്ക്ക് നല്ല ഫ്രഷ് മീൻ വറുത്തും പൊറോട്ടയും കഴിച്ച് നേരെ റൂമിലേക്ക്. നല്ലപോലെ ഒന്ന് ഉറങ്ങി പിറ്റേന്ന് നേരത്തെ എണീറ്റു. നേരെ ആദ്യമൊക്കെ ലൊക്കേഷൻ സെറ്റ് ചെയ്തു. ഒരു ചെറു മഴയും തണുപ്പും കൂടി ആ ഭംഗിയുള്ള റോഡിലൂടെ യാത്ര ചെയ്യാൻ പ്രത്യേക ഫീലായിരുന്നു. എത്ര വട്ടം പോയാലും വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് ആദ്യമൊക്കെയുണ്ട്. കുറച്ചു നേരം അവിടെ ഇരുന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയ ശേഷം നേരെ മേട്ടുപാളയം ലൊക്കേഷൻ സെറ്റ് ചെയ്തു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഹൈ റേഞ്ച് കയറുന്നതിനനുസരിച്ച് ചൂട് മാറി തണുപ്പ് കൂടിക്കൂടി വന്നു. അങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും നല്ല അടിപൊളി വിഷ്വൽസും കണ്ട് ഊട്ടിയെത്തി. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഊട്ടിയിൽ. നല്ലൊരു മാഗിയും ചായയും കുടിച്ച് അവസാനത്തെ ലൊക്കേഷനായ പൈക്കര വാട്ടർഫാൾസും കണ്ട് തിരിച്ച് നേരെ നാട്ടിലേക്ക്.